അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്ത് ഒരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ്ലാന്റിക് ഓഷ്യനാണ് അടുത്തുള്ളത്. അപ്പൊ അവിടെ എപ്പോഴും ഭയങ്കര കൊടുങ്കാറ്റ്, പേമാരി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അധികം ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ഇതേപോലത്തെ പാവപ്പെട്ട കുറച്ച് ഫാമേഴ്സ് മാത്രമുള്ളൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ എപ്പോഴും നിരന്തരമായിട്ടുള്ള ഇങ്ങനത്തെ ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ കാരണം ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇയാളുടെ ഫാം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നു. അപ്പോൾ ഇയാൾക്ക് കുറച്ച് പശുക്കളുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എനിക്ക് സഹായത്തിന് ഒരാളിനെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഇയാൾ ഒരു പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, കടൽ തീരമാണ്, അറ്റ്ലാന്റിക് ഓഷ്യന്റെ സൈഡാണ്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന, താല്പര്യമുള്ള, വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പലയിടത്തും പരസ്യമൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ ആയിട്ടും ഇയാൾക്ക് ആരെയും കിട്ടിയില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് കഷ്ടപ്പെടണം, ഭയങ്കര മെനക്കേടാണ് എന്നൊക്കെ കരുതി പലരും ജോലിക്ക് വന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു. അപ്പം ഇയാൾ വന്നപ്പോൾ വളരെ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളായിട്ട് കർഷകന് തോന്നി. അപ്പോൾ കർഷകൻ ചോദിച്ചു, താങ്കൾക്ക് ഈ ജോലി പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താങ്കൾ ഇതിന് ശരിക്കും വില്ലിങ് ആണോ? ഇവിടെ എപ്പോഴും കടൽക്ഷോഭം ഉണ്ടാവും, കൊടുങ്കാറ്റിന്റെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ആ സമയത്തെല്ലാം നന്നായിട്ട് ജോലി ചെയ്യാനും ഒക്കെ പറ്റുമോ? കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വന്ന ആള് പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ, സാർ, എനിക്ക് കൊടുങ്കാറ്റിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മറുപടി ഒട്ടും വ്യക്തമല്ല. എന്താ ഇയാൾ ഉദ്ദേശിച്ചത്? കൊടുങ്കാറ്റിൽ എങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മുടെ കർഷകൻ ആലോചിച്ചു. എനിവേ, എന്തായാലും കുറേ നാളായിട്ട് തപ്പി തപ്പി നടന്നിട്ട് അവസാനം ഒരാൾ വന്നതല്ലേ, ഇയാളെ ജോലിക്ക് എടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം എന്ന് വിചാരിച്ച് കർഷകൻ ഇയാളോട് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കർഷകൻ ഇയാളെ ജോലിക്കെടുത്തു. അടുത്ത ദിവസം മുതൽ ഇയാൾ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പം ഇയാൾ വളരെ നല്ല ചുറുചുറുക്കോടെ ജോലിയൊക്കെ ചെയ്യുവാണ്. ഇയാൾ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട്. കോഴികളെയും പശുക്കളെയും താറാവിനെയും ഒക്കെ നല്ല രീതിയിൽ ഇയാൾ കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇയാളുടെ കൃഷി തോട്ടത്തിലുമൊക്കെ ഇയാൾ നല്ലപോലെ ജോലി എടുക്കുന്നത് കണ്ടു. അപ്പോൾ കർഷകന് നല്ല സന്തോഷം വന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് വീണ്ടും കടൽക്ഷോഭം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ രാത്രിയായി, ഒരു 12 മണി 1 മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും കൊടുങ്കാറ്റിന്റെ ചൂളം വിളി കേട്ടു. അപ്പൊ ഈ കർഷകന് പെട്ടെന്ന് പേടിയായി. അയാൾ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ജോലിക്കാരനെ വിളിച്ചു. നോക്കിയപ്പോ എന്താ, ഇയാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഇയാൾ ദേഷ്യം വന്നിട്ട് ഈ ജോലിക്കാരനെ വിളിച്ച്, എഴുന്നേക്ക്, എത്രയും പെട്ടെന്ന് പോയി കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാ കോഴികളെയും പശുക്കളെയും എല്ലാം സേഫ് ആണോ നോക്ക്, പെട്ടെന്നെല്ലാം പോയി സുരക്ഷിതമായിട്ട് കെട്ടി മുറുക്കി വെക്കുക, അല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ച് എല്ലാം പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, പേടിക്കണ്ട സാർ, ഒന്നും സംഭവിക്കത്തില്ല, പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങി. ഇത് കേട്ടപ്പോൾ നമ്മുടെ കർഷകന് ദേഷ്യം വന്നു. അയാൾ നിപ്പി തീരുമാനിച്ചു, നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. അങ്ങനെയായി നേരം വെളുത്തു. പിറ്റേ ദിവസം ആയപ്പോൾ നമ്മുടെ കർഷകൻ, കാറ്റെല്ലാം ഒടുങ്ങി, ഒരു വിധത്തിലെല്ലാം ഓക്കെ ആയി വന്നു. അപ്പൊ ഈ കർഷകൻ പെട്ടെന്ന് ഓടുവാണ് തന്റെ കൃഷിസ്ഥലത്തിലേക്കും പശുക്കളെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഓടി അവിടെ എത്തിയപ്പം ഇയാൾ കണ്ട കാഴ്ച ഇയാളെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അയാളുടെ ഫാമില് പശുക്കളെല്ലാം സേഫായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവരെ കെട്ടിമുറുക്കി കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കോഴികളെയൊക്കെ നല്ല അടച്ചുറപ്പുള്ള കൂട്ടിൽ വെച്ചിട്ടുണ്ട്. താറാവാളിലും എല്ലാം സേഫാണ്. അതുപോലെ ഇയാളുടെ കച്ചികളും അവർക്കുള്ള തീറ്റ സാധനങ്ങളും എല്ലാം വളരെ സേഫായിട്ട് ടാർപോളിനൊക്കെ വെച്ച് കെട്ടി, എല്ലാം ഇയാളുടെ സകല അസറ്റ്സും വളരെ സേഫും സെക്യൂറുമായിട്ട് അവിടെ ഉണ്ട്. അപ്പോഴാണ് ഈ കർഷകൻ ഇന്റർവ്യൂ സമയത്ത് ഈ ജോലിക്കാരൻ പറഞ്ഞ കാര്യം ഓർത്തത്. ഏത് കൊടുങ്കാറ്റിലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും സാർ എന്ന്. നമ്മുടെയൊക്കെ ലൈഫിലും ഇതുപോലെ നമ്മൾ എപ്പോഴും ചില സമയത്തൊക്കെ ഇതുപോലുള്ള കൊടുങ്കാറ്റുകളെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെ? പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എത്ര പേര് അതിനൊക്കെ പ്രിപ്പയർഡ് ആണ്? ചില സമയത്ത് നമുക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടാവും, പൈസ ഉണ്ടാവും, ചുറ്റിനും ആൾക്കാരുണ്ടാവും, പാരൻസ് ഉണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും, അങ്ങനെ നമ്മളെല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ എപ്പോഴാണ് നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു സ്റ്റേജ്
ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മളൊന്നുമല്ല, നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു പ്രശ്നത്തെയും ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ചിലരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ലൈഫിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടത്. അതായത് നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുക്കം എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യണം എന്നല്ല, ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയും, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആ സമയത്തേക്കിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. താങ്ക് യു.